യേശുവിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങളെ വചനമായ യേശുവിൻ്റെ സവിധത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിലെ 2-ാം വാക്യമായ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ ദാനങ്ങളെക്കുറിച്ചാണ്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ നിലകൊള്ളും. ജ്ഞാനത്തിൻ്റെ ആത്മാവും ബുദ്ധിയുടെ ആത്മാവും ആലോചനയുടെ ആത്മാവും ആത്മശക്തിയുടെ ആത്മാവും അറിവിൻ്റെ ആത്മാവും കർത്താവിന് ഭയത്തോടെ ഭക്തിയോടെ ആത്മാവും. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം എന്നെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയിടട്ടെ. ജ്ഞാനത്തിൻ്റെ കിരീടം എൻ്റെ ചിന്തകൾക്ക് ദിവ്യത്വം പകരട്ടെ. ജീവിതത്തിൻ്റെ ഗാഢതയിൽ ദൈവീക ജ്ഞാനം എന്നെ അവിടുത്തെ പ്രവർത്തനം മനസ്സിലാക്കുവാൻ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ ഞാൻ നിത്യതയുടെ വില അറിയട്ടെ. ജ്ഞാനവരം ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ആഴമുള്ള അറിവായി മാറട്ടെ. ശൂന്യതയിലും ദൈവം നിലകൊള്ളുന്നുവെന്ന് അറിയുവാൻ എനിക്ക് ജ്ഞാനം ലഭിക്കട്ടെ. ജ്ഞാനവരം മറ്റുള്ളവരോട് കരുണയോട് പെരുമാറുവാൻ എന്നെ പ്രേരിപ്പിക്കട്ടെ. ദൈവവചനത്തെ ആഴത്തിൽ ഗ്രഹിക്കുവാനുള്ള വിവേകം എനിക്കുണ്ടാകട്ടെ. വിവേകത്തിലൂടെ എൻ്റെ ഹൃദയം ഉണരട്ടെ. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് വിവേകം തരട്ടെ. എത്രയും നന്നായി തീരുമാനമെടുക്കുവാൻ വിവേകം എന്നെ സഹായിക്കട്ടെ. വിവേകത്തിൻ്റെ വഴികൾ എൻ്റെ മനസ്സിലേക്ക് വെളിച്ചം വീശട്ടെ. വിശുദ്ധ സാഹോദര്യത്തിൻ്റെ ആത്മാവായി വിവേകം എന്നിൽ നിറയട്ടെ. വിവേകം എന്നെ ആത്മീയ കാര്യങ്ങളിൽ മുൻഗണന നൽകുന്നതിന് പ്രചോദനം നൽകട്ടെ. ആത്മാവിൻ്റെ ആലോചന എനിക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കുവാൻ സഹായിക്കട്ടെ. ആലോചനയുടെ ആത്മാവിലൂടെ ഞാൻ പാപത്തിൽ നിന്നും വിട്ടുനിൽക്കട്ടെ. ആത്മീയ വഴിയിൽ ഉറച്ചു നിൽക്കുവാൻ ആലോചന എന്നെ ഉറപ്പിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലേക്കുള്ള സന്ദേശം എനിക്ക് ലഭിക്കട്ടെ. ആത്മാവിൻ്റെ ആലോചന എൻ്റെ വഴി തെളിയുന്ന ദീപമായിരിക്കട്ടെ. കുഴപ്പകരമായ സന്ദർഭങ്ങളിൽ ആലോചന എന്ന ദൈവദാനം ഉത്തരം നൽകുവാൻ എന്നെ സഹായിക്കട്ടെ. എന്നെ നയിച്ചിടട്ടെ. മറ്റുള്ളവർക്ക് പരിഗണന നൽകിയുള്ള തീരുമാനങ്ങൾ എനിക്ക് ആലോചന എന്ന ദൈവദാനം നൽകട്ടെ. ആത്മാവിൻ്റെ ശക്തി എന്നെ ഭയമില്ലാതെ ഉയർത്തിയിടട്ടെ. പ്രതിരോധിക്കുവാനും നിലനിർത്തുവാനുമുള്ള ധൈര്യം എനിക്ക് ലഭിക്കട്ടെ. കഷ്ടതകൾ വരുമ്പോൾ ഞാൻ ശക്തിയിൽ ഉറച്ചു നിൽക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആത്മശക്തി എന്നെ ശത്രുക്കളുടെ മുമ്പിൽ ഉറച്ച പാറ പോലെയാക്കട്ടെ. ആത്മാവിൻ്റെ ധൈര്യം കൊണ്ട് ഞാൻ സത്യത്തിനായി നിലനിൽക്കട്ടെ. ധൈര്യത്തിൻ്റെ ആത്മാവ് എന്നെ അവിടുത്തെ സാക്ഷിയായി മാറ്റട്ടെ. ആത്മശക്തി എന്നെ ദൈവവചനത്തിൻ്റെ കാവൽപ്പടനായി മാറ്റട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഴത്തിൽ അറിയുവാൻ ആത്മാവിൻ്റെ അറിവ് എനിക്കുണ്ടായിടട്ടെ. സൃഷ്ടിയുടെ അർത്ഥം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് അറിവ് തരട്ടെ. ആത്മീയമായ കാര്യങ്ങളിൽ തികച്ചും വളരുവാൻ അറിവ് എന്നെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ ഇച്ഛ തിരിച്ചറിയുവാൻ ആത്മാവിൻ്റെ അറിവ് എന്നെ സഹായിക്കട്ടെ. ഞാൻ പഠിക്കുന്നതെല്ലാം ആത്മീയ വളർച്ചയ്ക്കായി ഉപയോഗിക്കപ്പെടട്ടെ. ആത്മാവിൻ്റെ അറിവ് എന്നെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ. അറിവിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഞാൻ പരിചയപ്പെടട്ടെ. ആത്മാവിൻ്റെ ഭക്തിയാൽ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞിടട്ടെ. ഭക്തി ദൈവികമായ ചിന്തകളിലേക്ക് ആഴത്തിൽ വേരൂന്നുവാൻ എന്നെ സഹായിക്കട്ടെ. എന്നെ നയിച്ചിടട്ടെ. സകലരിലും ദൈവത്തെ കണ്ട് ആദരിക്കുവാൻ എനിക്ക് നല്ല മനസ്സുണ്ടാകട്ടെ. ദൈവത്തെ സേവിക്കുന്നതിൽ
സന്തോഷം കണ്ടെത്തുവാൻ ദൈവഭക്തി എന്നെ സഹായിക്കട്ടെ. ആത്മാവിൻ്റെ ഭക്തിയിലൂടെ ഞാൻ പ്രാർത്ഥനയിൽ നിലനിൽക്കട്ടെ. ഭക്തി എന്നെ ദൈവവചനത്തോട് ധൃതിയിൽ അടുപ്പിക്കട്ടെ. ദൈവീക ചൈതന്യത്തിലും പാരമ്പര്യത്തിലും ഭക്തിയോട് ഞാൻ ജീവിച്ചിടട്ടെ. ദൈവത്തെ ഭക്തിയോടെ ഭയപ്പെടുന്നതിന് ആത്മാവിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കട്ടെ. പാപത്തിൽ നിന്ന് മാറുന്നതിന് ദൈവഭയം എനിക്ക് കാവലാകട്ടെ. ദൈവമഹത്വം മനസ്സിലാക്കുവാൻ വിനീത ഹൃദയം എന്നെ സഹായിക്കട്ടെ. അവനോടുള്ള ഭക്തി പരിശുദ്ധിയിലേക്കുള്ള എൻ്റെ വഴിയാകട്ടെ. ഭയഭക്തിയോടെ ഞാൻ അഹംഭാവമില്ലാതെ ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഭക്തിയാലുള്ള ഭയം എന്നെ സംരക്ഷിക്കട്ടെ. ഭയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂർണ്ണതയായ ഭയഭക്തി എന്നിൽ നിറയട്ടെ. ഈ 7 ദാനങ്ങളായ സപ്താത്മാക്കളും എൻ്റെ ഉള്ളിൽ വാഴുകയും എനിക്ക് ദൈവജനമായി ജീവിക്കുവാൻ ശക്തിയേകുകയും ചെയ്യട്ടെ. ആമേൻ.